എന്നൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ വേണ്ടേ സാറുമാരെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ? ഈ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ വേണ്ടേ? ഇന്ന് ഈ കുറ്റം പറയുന്നത് നിങ്ങൾക്കല്ല, നാളെ ഇത് നല്ലതായി പോയി എന്നൊരു തോന്നൽ വരാം. ഈ രാഹുൽ ഈശ്വർ ഫെമിനിസ്റ്റുകളെ പറ്റിയും സർക്കാർ മുകേഷിന്റെ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യാം. അദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ വന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ മുകേഷ് എന്ന് പറയുന്ന ആള് നമുക്കറിയാം, ഒരുപാട് നമ്മൾ പഴയ കാലം തൊട്ടേ കാണുന്ന ഒരു വ്യക്തിയാണ്. സിനിമകളിലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം MLA ആയിട്ട് വരുന്നു, അതിൽ പല പ്രശ്നങ്ങളുണ്ടാവും എന്നതിന്റെ പേരിൽ ആ പെൺകുട്ടിയെ ഇരയാക്കി കാണിച്ചുകൊണ്ട് അതൊരു ജസ്റ്റ് ഒരു പരാതിപ്പെട്ടതാണ്. ഉടനെ അയാളെ ആ ഒരു പെൺകുട്ടിയെ ഇരയാക്കിക്കൊണ്ടും മുകേഷിനെ പ്രതിയാക്കിക്കൊണ്ടും പല മാധ്യമങ്ങളിലും പല ഫോട്ടോസും പല ന്യൂസും വന്നിട്ടുണ്ട്. തംബ്നെയിലും അതേപോലെ തന്നെ അതിന്റെ ഒരു സബ് ടൈറ്റിൽ വരെയും മുകേഷ് തെറ്റുകാരൻ എന്നുള്ള പേരിലാണ് വന്നിരിക്കുന്നത്. അത് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല, അത് വേറൊരു കാര്യം. അപ്പൊ ഇതിനെപ്പറ്റി രാഹുൽ ഈശ്വറിന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹം ഇന്നലെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് അതിനകത്തിൽ ഫെമിനിസ്റ്റ്